പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ദിശ സ്കൂൾ ഓഫ് കൗൺസിലിംഗ് നടത്തുന്ന ഇസ്ലാമിക് സൈക്കോളജി എന്ന 3 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് അന്വേഷിക്കുവാനായി ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ദിശ കഴിഞ്ഞ 10 വർഷക്കാലമായി പൊന്നാനി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. 3 കോഴ്സുകളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, 1 വർഷത്തെ ദൈർഘ്യമുള്ള കോഴ്സാണത്. മറ്റൊന്ന് 3 മാസക്കാലം ദൈർഘ്യമുള്ള ഇസ്ലാമിക് സൈക്കോളജിയും, മറ്റൊന്ന് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന കോഴ്സും. അത് 1 മാസത്തേതുമുണ്ട്, 3 മാസത്തേതുമുണ്ട്. അങ്ങനെ 3 വ്യത്യസ്ത കോഴ്സുകളാണ് ഇവിടെ നടക്കുന്നത്. ഇസ്ലാമിക് സൈക്കോളജി റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ 24 മോഡ്യൂളുകളിലായിക്കൊണ്ടാണ് ഈ ക്ലാസ് നടത്തുന്നത്. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലും മറ്റു കാര്യങ്ങളുമൊക്കെ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ കോഴ്സിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകാം. ഓക്കെ, ഇതിൽ ഒന്നാമതായി പറയാനുള്ളത് ഇതിന് പ്രത്യേകമായി ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് ഇല്ല, ഏത് പ്രായക്കാർക്കും പഠിക്കാവുന്ന രീതിയിലാണ് ഈ കോഴ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു ബാച്ചിൻ്റെ, ഒരു ഡിപ്ലോമ ബാച്ചിൻ്റേതാണ്. ഇസ്ലാമിക് സൈക്കോളജിയിൽ സാധാരണഗതിയിൽ 100-100-ലധികം ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ബാച്ചിൽ 103 പേരാണ് എക്സാം എഴുതിയത്. നമ്മൾ 4ാമത്തെ ബാച്ചാണിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രായവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയും ഇതിനൊരു പ്രശ്നമല്ല. വിദ്യാഭ്യാസ യോഗ്യത പരീക്ഷ എഴുതുമ്പോൾ മാത്രമാണ് അതൊരു ബാരിയറായിട്ട് വരുന്നുള്ളൂ. ഈ 3 മാസത്തെ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഒക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴ്ചയിൽ 2 റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ആ 2 റെക്കോർഡഡ് ക്ലാസ്സുകൾ നന്നായിട്ട് കേട്ട് കേൾക്കുമ്പോൾ വെറുതെ നമ്മളൊരു വീഡിയോ കാണുന്നത് പോലെയല്ല, ഒരു ക്ലാസ്സിലിരിക്കുന്നത് പോലെ കേട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ചില ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുക. മറ്റ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കും. ലെക്ചർ നോട്ടുകൾ നിങ്ങൾ അതിൽ നിന്ന് തയ്യാറാക്കുകയാണെങ്കിൽ ഇതിനെ വളരെ കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. ഈ കോഴ്സിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. ഇസ്ലാമിക് പരമായിട്ടുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു പ്രതിസന്ധിയെയും എങ്ങനെയാണ് ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിൽ അതിനെ ഓവർകം ചെയ്യുവാൻ വേണ്ടി കഴിയുക എന്നാണ് ആക്ച്വലി ഈ കോഴ്സിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കോഴ്സിൻ്റെ റെക്കോർഡിംഗ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലും നിങ്ങൾക്ക് ലഭിക്കും. ആ ക്ലാസ്സിൽ കഴിഞ്ഞു പോയ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് വിശദമായിട്ട് പ്രതിപാദിക്കുന്ന സ്റ്റഡി മെറ്റീരിയലും നിങ്ങൾക്ക് ലഭിക്കും. ഈ ക്ലാസ്സിനും സ്റ്റഡി മെറ്റീരിയലിനും അപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ട് എങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ക്ലാസ് ഗ്രൂപ്പിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലുകളും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എക്സാം 3 മാസങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാം വരുന്നത് ഓൺലൈനിലാണ്. എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വീഡിയോ ഓൺ ചെയ്തിട്ട് വേണം അത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളത് എന്ന് മാത്രമാണ് അതിൻ്റെ നിബന്ധനയുള്ളത്. 3 പേപ്പറുകളിലായിട്ടായിരിക്കും പരീക്ഷ നടത്തുക. അതിൽ ഓരോ പേപ്പറിലും 25 ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടായിരിക്കുക. ഇനി അത് തന്നെ 250 ക്വസ്റ്റ്യനുകളുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ 250 ക്വസ്റ്റ്യനുകളിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 75 ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പുറത്ത് സ്റ്റഡി മെറ്റീരിയലുകളെല്ലാം റെഫർ ചെയ്ത് പഠിച്ചുകൊണ്ട് വരേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞത്. ആ 250 ക്വസ്റ്റ്യനുകൾ മാത്രം റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് പുറമേ എല്ലാ വർഷവും നിരന്തരം സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന 25 ക്വസ്റ്റ്യനുകൾ, 25 മുതൽ ഏകദേശം 30 ക്വസ്റ്റ്യനുകൾ ഞാനിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 25 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഒരു പരീക്ഷയുടെ രീതി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിന് ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബാരിയറോ ഇല്ല. ഏജ് ലിമിറ്റ് ഇല്ല, ഏത് ഏജിലുള്ളവർക്ക് പഠിക്കാം. എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പഠിക്കാൻ, മനസ്സിലാക്കാൻ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുടെയും ആവശ്യമില്ല. അത് ഇഗ്നറ്റിൻ്റെ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ എക്സാം എഴുതുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ബാരിയർ ഉള്ളൂ. പഠനത്തിന് അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഇതുമില്ല.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ സെഷൻ ലഭിക്കും. ഇതിപ്പോൾ ഒരു പ്രാക്ടിക്കൽ സെഷൻ്റെ പിന്നെ ഫോട്ടോ ആണ്, ദിശയിൽ തന്നെ വെച്ച് നടന്നിട്ടുള്ളൊരു ഫോട്ടോയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന, എല്ലാവർക്കും അവധി ഉള്ള ഒരു ദിവസമാണ് നമ്മളത് കണ്ടക്ട് ചെയ്യുക. രാവിലെ 9:30 മണിക്ക് തുടങ്ങി വൈകുന്നേരം 3:30 മണി വരെ ആയിരിക്കും. കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചേർന്നിട്ടുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു സെഷനാണിത്. അതിൽ പിന്നെ കൗൺസിലിംഗ് ആണ് നമ്മൾ പഠിക്കുക. ഇസ്ലാമിക് സൈക്കോളജി അല്ല അവിടെ ടച്ച് ചെയ്യുന്നത്. ഒരു ക്ലയൻറ്റ് നമ്മുടെ മുന്നിൽ വന്നാൽ അവരെ അറ്റൻഡ് ചെയ്ത് അവരെ പറഞ്ഞയക്കുന്നത് വരെ, ടെർമിനേഷൻ ചെയ്യുന്നത് വരേക്കുമുള്ള സ്റ്റെപ്സ് ആൻഡ് സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് 5 പ്രധാനപ്പെട്ട സ്റ്റേജുകളാണ് കൗൺസിലിങ്ങിലുള്ളത്: അറ്റൻഡിങ്, റെസ്പോണ്ടിങ്, പേഴ്സണലൈസിങ്, ഇനീഷ്യേറ്റിംഗ് ഓർ ഗോൾ സെറ്റിംഗ്. 5-മത്തേത് റഫറൽ ഓർ സെലിബ്രേഷൻ, പല തരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടും. ഇങ്ങനെ 5 സ്റ്റേജസ് നിങ്ങളെ പേഴ്സണലായിട്ട് ഇരുത്തി പഠിപ്പിച്ച് അതിനുശേഷം ഓരോരുത്തരെയും പെയറാക്കിയിട്ട് ഇരുത്തി, ഒരാൾ കൗൺസിലറും ഒരാൾ കൗൺസിലി എന്ന രീതിയിൽ ഇരുത്തി കൗൺസിലിംഗ് ചെയ്ത് പരിശീലിപ്പിച്ച് പറഞ്ഞേക്കുന്ന ഒരു രീതിയാണ് കൗൺസിലിംഗ് സെഷനിൻ്റെ പ്രാക്ടിക്കൽ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിർബന്ധമുള്ളതല്ല, ഈ കോഴ്സിൽ നിർബന്ധമുള്ളതല്ല. ഇത് ആക്ച്വലി PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നവർക്ക് നിർബന്ധമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പിന്നെ ഇതിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടിക്കോട്ടെ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ദിശ ഇതുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് സിലബസുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 1-മത്തെ മാസത്തിൽ 8 മോഡ്യൂൾസുകളാണ് ഉണ്ടായിരിക്കുക. അതായത് ദ ലെഗസി ഓഫ് സൈക്കോളജി ഇൻ ഇസ്ലാം, ഹേർട്ട് ആൻഡ് മൈൻഡ്, കോർ കോൺസെപ്റ്റ് ഇൻ ഇസ്ലാമിക് സൈക്കോളജി, പിന്നെ നെഫ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസ്, അതായത് ഇസ്ലാമിലെ മനഃശാസ്ത്രത്തിൻ്റെ പാരമ്പര്യം എന്താണ്, ഹൃദയവും മനസ്സും, ഇസ്ലാമിക് സൈക്കോളജി എന്താണ് പറയുന്നത്, നെഫ്സ് അതിനെങ്ങനെയാണ് അതിൻ്റെ തരംതിരിക്കൽ, വിശകലനം ചെയ്യൽ, പിന്നെ ഖുർആനിൻ്റെ ആത്മീയ സന്തുലനം എന്താണ്. പിന്നെ 5-മത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇബാദത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും സൈക്കോളജിയിലുള്ള പ്രാധാന്യം എന്താണ്, ഇസ്ലാമിൽ സ്ഥിരതയും സംയോജനവും അഥവാ സെൽഫ് കൺട്രോളും അതുപോലെ തന്നെ ഇസ്ലാമിക് ടീച്ചിങ്സും എന്തൊക്കെയാണ്, പിന്നെ ഹദീസുമായി ബന്ധപ്പെട്ട് മനഃശാസ്ത്രത്തിൻ്റെ പ്രായോഗിക വീക്ഷണം, പിന്നെ 8-മത്തേത് മുസ്ലിം പണ്ഡിതന്മാരുടെ പിന്നെ ഇസ്ലാമിക് സൈക്കോളജിക്കുള്ള കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ. ഈ കാര്യങ്ങളാണ് 1-മത്തെ സെമസ്റ്ററിൽ. 2-മത്തെ സെമസ്റ്ററിലേക്ക് വരിക, പ്രാക്ടിക്കൽ കോൺസെപ്റ്റ് ആൻഡ് അപ്രോച്ചസ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ്, എങ്ങനെയാണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ ഇസ്ലാമിക് സൈക്കോളജിയിലൂടെ മറികടക്കുവാൻ വേണ്ടി കഴിയുക. പിന്നെ റുഹാനിയത്തും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വ്യക്തിത്വ വികസനം, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയില്ലേ, നമ്മൾ പേഴ്സണലായിട്ട് ഡെവലപ്പ് ആയാലാണ് നമുക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ, അല്ലേ. പിന്നെ പോസിറ്റീവ് സൈക്കോളജി, അതുപോലെ തന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ്. ഒരു പ്രതിസന്ധി വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, ഇറ്റ് മേ ബി ഒരു പക്ഷേ സാമ്പത്തികമായിരിക്കാം, ആരോഗ്യപരമായിട്ടായിരിക്കാം, കുടുംബപരമായിട്ടായിരിക്കാം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അതിനെ എങ്ങനെയാണ് ഈമാൻ അടിസ്ഥാനമാക്കി, ഇസ്ലാം അടിസ്ഥാനമാക്കി അതിനെ ഓവർകം ചെയ്യുക എന്നതാണ് അവിടെ പഠിക്കുക. അതേപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ പിന്നെ 2-മത്തെ മാസം വരുമ്പോൾ അതിൽ 13-മത്തെ ടോപ്പിക് ഇത് സൈക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് തൗഹീദ്, തൗഹീദിൻ്റെ പ്രാധാന്യം എന്താണ് ഇസ്ലാമിക് സൈക്കോളജിയിൽ. പിന്നെ ഇസ്ലാമിക് കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇതെങ്ങനെയാണ് ഇസ്ലാമിക് സൈക്കോളജി മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ മെൻ്റൽ പീസ് ആൻഡ് സ്ട്രെസ്, അല്ലേ, മാനസികമായ ശാന്തി, സ്വസ്ഥത, സമാധാനം, ഇതാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. അപ്പോൾ ഇതിലൂടെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ദുഃഖത്തെ മറികടക്കുന്നത്. യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസുമാണ് ഈ ലോകത്തിലെ സകലമാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സന്തോഷങ്ങളെയും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നത്. 16-മത്തേത് ഇസ്ലാമിലെ പോസിറ്റീവ്നെസ്. നമ്മൾ എപ്പോഴും പോസിറ്റീവ്നെസ് ആയിട്ടുള്ള ഒരു മനസ്സിലൂടെ ഫോർഗീവ്നെസ്, മാപ്പ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇസ്ലാം മാപ്പിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം. നമ്മുടെ മനഃശാന്തിയുമായി ബന്ധപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് ശാന്തി നൽകൽ. ഒരാളുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായി അകൽച്ചയുണ്ടായി, ഈ അകൽച്ച യഥാർത്ഥത്തിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ മാനസികമായ അകൽച്ച ഇല്ലാതായി കഴിഞ്ഞാലോ നമ്മുടെ അസ്വസ്ഥത കൂടി മറികടക്കുകയാണ് ചെയ്യുക, അല്ലേ. 3-മത്തെ മാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 8 ടോപ്പിക്കുകൾ. ഒന്ന്, എങ്ങനെയാണ്
റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആഴം കൂട്ടുക. മറ്റൊന്ന് ഇൻസ്പയറിങ് യൂത്ത് വിത്ത് ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്. വിദ്യാർത്ഥികളെ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ടോപ്പിക് വളരെ ഉപകാരപ്പെടും. പിന്നെ അതേപോലെ തന്നെ ഇസ്ലാമിക് അപ്രോച്ച് സോഷ്യൽ അവെയർനെസ്, സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലുള്ള ഇസ്ലാമിക മാനങ്ങൾ. പിന്നെ മെൻ്റൽ ഹെൽത്ത് ഇൻ ഇസ്ലാമിക് ഫാമിലി, മെൻ്റൽ ഹെൽത്ത് ഇൻ ദ ഫാമിലി ഇൻ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്. ഓക്കെ, കുടുംബത്തിൽ മാനസികാരോഗ്യം ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ എങ്ങനെ നിലനിർത്താമെന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. 3-ാമത്തെ മാസത്തിൽ പിന്നെ 2-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആങ്കർ മാനേജ്മെൻറ്റ്. എല്ലാവരും ദേഷ്യമുള്ളവരാണ് അല്ലേ? സൈക്കോളജി പഠിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ പറയാറ് ദേഷ്യം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട വികാരമല്ല അല്ലേ? സ്റ്റുഡൻസിൻ്റെ അടുത്ത് ടീച്ചേഴ്സ് ചില സമയത്ത് ദേഷ്യം പിടിക്കണം, മക്കളുടെ അടുത്ത് പാരൻസിന് ചില സമയത്ത് ദേഷ്യം പിടിക്കേണ്ടതായിട്ട് വരും. ബട്ട് ഇതെന്ത് ആയിക്കൂടാ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദേഷ്യം ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളർന്നുകൂടാ. അപ്പോൾ അത് നമ്മൾ പഠിക്കും. പിന്നെ അതേപോലെ കോപ്പിംഗ് ഇൻ അഡ്വേഴ്സിറ്റി, പിന്നെ എന്താ പറയുക, നമ്മുടെ പ്രാരാബ്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ, ഇസ്ലാമിക മനോഭാവം എന്താണ്, അതേപോലെ തന്നെ സ്പിരിച്വൽ കൗൺസിലിംഗ്, ആത്മീയ കൗൺസിലിംഗ്, ഓക്കെ, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം. അവസാനമായിട്ട് കോഴ്സിൻ്റെ സമ്മറിയും ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ. നമ്മൾ പ്രാക്ടിക്കൽ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതൊക്കെ നമ്മൾ അവിടെ വിശദീകരിക്കും. ഇത്രയുമാണ് ഈ 3 മാസത്തെ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ ഓരോരുത്തരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത് പഠിച്ചിറങ്ങിയിട്ടുള്ള എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി കഴിഞ്ഞു എന്നത് മാത്രമല്ല, അതിനുമപ്പുറം മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഇതിനെ വളർത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് കോഴ്സിൽ കണ്ടുമുട്ടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദിശ സ്കൂൾ ഓഫ് കൗൺസിലിങ്ങിലേക്ക് വളരെ സന്തോഷത്തോടെ ആദരപൂർവ്വം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വ ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.